നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാഞ്ഞാണി പള്ളി പെരുന്നാളിനാണ്. ഞാൻ ആദ്യമായിട്ടാണ് കാഞ്ഞാണി പള്ളി പെരുന്നാളിന് പോകുന്നത്. അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോൾ നല്ല മഴ നനഞ്ഞിട്ട് എത്തിയത്. അവിടെ എത്തിയപ്പോൾ ബാൻഡ് സെറ്റുകാരൊക്കെ നേരെ വണ്ടിയിൽ കയറി പോവുക. അപ്പോൾ ഞങ്ങളടുത്ത് ചേട്ടനോട് ചോദിച്ചു എങ്ങടെ പോകണമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു പള്ളിയിൽ നിന്നല്ല തുടങ്ങുക, അവിടുന്ന് കുറച്ചും കൂടി നീങ്ങിയിട്ട് ഒരു സെൻറ്റർ ഉണ്ട്, അവിടെ നിന്നാണ് തുടങ്ങുകയെന്ന് പറഞ്ഞു. അവിടെ നിന്ന് മെല്ലെ പാടിയിട്ട് പാട്ടൊക്കെ പാടി മെല്ലെ മെല്ലെ പള്ളിയിലേക്ക് എത്തുമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഓരോ പാട്ടുകൾ പാടുന്നു. ഇവരെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. വോയിസ് ഓഫ് പാലക്കാട് എന്ന് പറഞ്ഞ ടീമായിരുന്നു അവിടെ. അപ്പോൾ അത്യാവശ്യം നല്ല പാട്ടുകളും കുറേ പുതിയ പാട്ടുകൾ അവർ വായിച്ചു, നല്ല അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് പാടി. പിന്നെ ഒരു അപ്പച്ചനും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു. അവരുടെ ഡാൻസും അവരവരെ പരിപാടികളൊക്കെ ആയിട്ട് അവർ അവരുടേതായ രീതിയിൽ തകർക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇവരെ കൂടെ ഇങ്ങനെ നടക്കുക എന്ന് പറഞ്ഞു. ഈ മഴ കാരണം ബാൻഡ് സെറ്റ് ഇങ്ങനെ കൊട്ടി എന്താ പറയുക, ഒരു ഘോഷയാത്ര പോലെയാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മഴ കാരണം വലിയ പ്രശ്നമായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും മഴയത്തും ആളുകൾ കുടയൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ പെരുന്നാൾ ആഘോഷം. അങ്ങനെ ഈ പെരുന്നാൾ ആഘോഷത്തിനോടൊപ്പം ഞങ്ങളും ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ആഘോഷിക്കുന്നതിനിടയിലുണ്ടോ അവിടെ റോട്ടിൽ നിറയെ വെള്ളം. അങ്ങനെ ആ വെള്ളക്കെട്ടിലൂടെ എല്ലാവരും മെല്ലെ മെല്ലെ അപ്പുറത്തേക്ക് കടക്കുകയാണ്. ഇതാണ് നമ്മുടെ പള്ളി, തോമാസ് ലീഗയുടെ നാമത്തിലുള്ള ഒരു പള്ളിയാണ്. അപ്പോൾ അവിടുത്തെ പെരുന്നാളിനെ നമ്മൾ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ പരിപാടി കുഴപ്പമില്ല. ആകെ ഒരൊറ്റ ബാൻഡ് സെറ്റുള്ളൂ, ഒരൊറ്റ ടീം. അങ്ങനെ വലിയ കുറേ ബാൻഡ് സെറ്റുകൾ വന്നിട്ടുള്ള പരിപാടികളൊന്നുമില്ല, ഒറ്റ ബാൻഡ് സെറ്റ്. അത് അവർ അത്യാവശ്യം നല്ലൊരു ടീമിനെ വിളിച്ചു, അവിടെ നല്ല അടിപൊളിയായിട്ട് ഭംഗിയായിട്ട് നടത്തുകയാണ്. ഇനി അടുത്തത് സ്റ്റേജിൽ കുറച്ച് പാട്ടുകൾ പാടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ ആഘോഷങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഴ പെയ്യുകയാണ് പുറത്ത്, എല്ലാവരും കുടയൊക്കെ പിടിച്ച് തുള്ളിച്ചാടുകയാണ്. അപ്പോൾ ആഘോഷിക്കാൻ കിട്ടുന്ന സമയങ്ങൾ എല്ലാവരും പരമാവധി ആഘോഷിക്കുകയാണ്. അപ്പോൾ അത് നല്ല കാര്യമല്ലേ. ആഘോഷങ്ങളിൽ ആഘോഷിക്കുന്നൊരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ താഴെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. അങ്ങനെ നമ്മൾ അവസാനത്തെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാലക്കാടുകാർ. അപ്പോൾ അതൊരു ഡിവോഷണൽ സോങ് ആയിരുന്നു. അതിന് ശേഷം നമ്മൾ നേരെ തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ കാഞ്ഞാണിപ്പള്ളി പെരുന്നാളിന് നിങ്ങൾ ആരെങ്കിലും വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒന്ന് താഴെ പറയുക. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. അത്യാവശ്യം നല്ലൊരു പെരുന്നാളായിരുന്നു. മഴ മാത്രമാണ് ഒരു പ്രശ്നം. പിന്നെ മഴക്കാലത്ത് മഴ പെയ്യുമല്ലോ എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഒരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ.